നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള പോലീസിന്റെ മികവിൽ പല കേസുകളും തെളിഞ്ഞിട്ടുണ്ട്. ഏത് ദുർഘടമായ സ്ഥലങ്ങളിലൂടെ ചെന്ന് വളരെ ബുദ്ധിപരമായി തെളിയിച്ച ഒട്ടനവധി കേസുകൾ കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെയുണ്ട്. പ്രതി എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് കൃത്യമായി അന്വേഷിച്ചു കണ്ടെത്തി വളരെ സാഹസികമായി പിടികൂടുന്നു. രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് പോയി ഒളിവിൽ കഴിഞ്ഞാലും ഞൊടിയിടയിൽ കേരള പോലീസ് പ്രതിയെ കണ്ടെത്തി പിടികൂടും. ആ പോലീസ് മികവ് സിനിമകളിലൂടെയും നമ്മൾ കാണുന്നതാണ്. അതുപോലൊരു മറ്റൊരു നാഴികക്കല്ലാണ് ഇപ്പോൾ കേരള പോലീസിന് സ്വന്തമായിരിക്കുന്നത്. 4 വർഷം കാഷായ ധരിച്ച് സ്വാമിയായി പോലീസിനെ വെട്ടിച്ചു നടന്ന പോക്സോ കേസ് പ്രതി ഒടുവിൽ കുടുങ്ങിയിരിക്കുകയാണ്. ചിറ്റിലഞ്ചേരി സ്വദേശി ശിവകുമാറിനെയാണ് ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 51 വയസ്സാണ് ഇയാൾക്ക് പ്രായം. 4 വർഷം കഴിഞ്ഞിട്ടും പിടികിട്ടാതായപ്പോൾ ഇയാൾ വിചാരിച്ചു കാണൊരു പക്ഷേ ഇനിയൊന്നും കേരള പോലീസ് എന്നെ തേടി എത്തില്ല എന്ന്. പക്ഷേ ഇയാൾക്കായിട്ടുള്ള വല വിരിച്ച് കേരള പോലീസ് കാത്തിരിക്കുകയായിരുന്നു. 4 വർഷം മുമ്പാണ് 13-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങി ഇയാൾ മുങ്ങിയത്. തമിഴ്നാട് തിരുവണ്ണാമലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിവിൽ കഴിയുകയും സിദ്ധനായി നടിച്ച് വീടുകളിൽ പൂജകൾ നടത്തി വരികയുമായിരുന്നു. പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കള്ളസ്വാമിയായ ക്രിമിനലിനെ കുടുക്കിയതും രഹസ്യ സന്ദേശമായിരുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ചായിരുന്നു ഇയാൾ കുറെ കാലമായിട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അവിടെ പല വീടുകളിലും ഇത്തരത്തിൽ ആളുകളെ പറ്റിച്ച് പൂജകളും മറ്റും നടത്തി ജീവിച്ചു വരികയായിരുന്നു. അവിടേക്ക് തന്നെ തേടി പോലീസ് എത്തില്ല എന്നായിരുന്നു ഇയാൾ വിചാരിച്ചത്. 2021 പോക്സോ കേസിൽ ഇയാൾ പ്രതിയാകുന്നത്. നിബന്ധനകളോടെ ജാമ്യം ലഭിച്ച ശേഷം മുങ്ങുകയായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പോലീസിന് ഇയാളെ കണ്ടെത്തുക അസാധ്യമാവുകയും ചെയ്തു. ഇയാളെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാത്തതും പോലീസിനെ പ്രതിസന്ധിയിലാക്കി. ഇയാളെ ഉടൻ പിടികൂടി ഹാജരാക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ആലത്തൂർ പോലീസിന് നിർദ്ദേശം നൽകി. കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാതിരിക്കാനായിരുന്നു ഇത്. ഇതിനിടെ ചില നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടി. ശിവകുമാറിനെ കണ്ടെത്താൻ ഡിവൈഎസ്പി എൻ മുരളീധരൻ, ഇൻസ്പെക്ടർ ടി.എൻ. ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു എസ്.പി. ശാസ്ത്രീയമായ അന്വേഷണത്തിനിടെ പോലീസിന് ഇയാളെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചു. തിരുവണ്ണാമല ക്ഷേത്ര പരിസരത്ത് താടിയും മുടിയും നീട്ടി വളർത്തി കാഷായ വസ്ത്രവും രുദ്രാക്ഷമാലയും ധരിച്ചു കഴിയുന്നത് ഇയാളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 2021 രൂപവുമായി ഏറെ വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ അടുത്ത ചില ബന്ധുക്കളുടെ സഹായത്തോടെ ഇയാൾ ശിവകുമാറാണെന്ന് ഉറപ്പിച്ചു. തമിഴ്നാട് സേലം പോലീസ് ഇൻസ്പെക്ടർ എ ചന്ദ്രമോഹന്റെ സഹായത്തോടെ ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി.എൻ. ഉണ്ണികൃഷ്ണൻ, CPMമാരായ എം മിഥുൻ, ആർ റിനു എന്നിവരാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഏതായാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കേരള പോലീസ് തിരയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കൊടും ക്രിമിനലുകളെ തേടി എത്തും എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം.